ചരിത്രമുറങ്ങുന്ന സുൽത്താൻ ബത്തേരിയുടെ ഭൂമി. ടിപ്പുവിന്റെ പടയോട്ടത്തിനും പഴശ്ശിയുടെ കോട്ടയത്തെ യുദ്ധത്തിനും തുടങ്ങി അനവധി ചരിത്ര മുഹൂർത്തങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഈ ചെറുപട്ടണം. ശേഷം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായി മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ മലബാറിലെ ഒരു പ്രധാന പട്ടണമായി മാറി സുൽത്താൻ ബത്തേരി. അന്ന് പതിവ് പോലെ പട്ടണത്തിലേക്ക് തിരിച്ച കേളുവിനെ ആന ആക്രമിച്ചു. സാരമായി പരിക്കേറ്റ കേളുവിനെയും കൊണ്ട് അച്ഛനും അമ്മയും റെക്സ്ലി സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന്റെ പാറാവുകാരൻ അവരെ തടഞ്ഞു. അവർ സങ്കടത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അയാളിൽ ഭാവഭേദങ്ങളൊന്നും കണ്ടില്ല. ഒടുവിൽ നിരാശരായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും പ്രതീക്ഷയുടെ നാളം സമ്മാനിച്ചുകൊണ്ട് റെക്സ്ലിയുടെ ശബ്ദമുയർന്നു. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ അവസ്ഥ കണ്ട് അലിവ് തോന്നിയ റെക്സ്ലി അവരെ തന്റെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ വിധി വീണ്ടും അവരെ വേട്ടയാടി. ചെറിയ ഒരു ഇരമ്പലോടെ വണ്ടി നിന്നുപോയി. അമ്പരപ്പും ഭയവും ആ മുഖങ്ങളിൽ മിന്നിമറഞ്ഞു. കാര്യം മനസ്സിലായ റെക്സ്ലി ആത്മഗതം പോലെ ഡീസൽ തീർന്ന കാര്യം പറഞ്ഞു. ആവും പോലെ അയാൾ അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അവർ കടന്നുപോയ വണ്ടികൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ആ പെരുവഴിയിൽ കിടന്ന് കേളുവിന്റെ ജീവൻ പൊലിയുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഋതുഭേദങ്ങൾ മാറിവന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിന് അന്ത്യം കുറിച്ചു. സുൽത്താൻ ബത്തേരിയുടെ പകിട്ടും കൂടി വന്നു. റെക്സ്ലി സാഹിബിനെ പോലെ ചിലരുടെ ആദർശങ്ങൾ വേറിട്ട് നിന്നെങ്കിലും കേളുവിനെ പോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം അനിഷ്ടങ്ങൾ സംഭവിച്ചവരുടെയും ഗാഥകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ വികസനത്തിലൂടെ ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് പുതിയ മാറ്റങ്ങളോടെ നമ്മൾ മുന്നോട്ടു പോകുന്നു.